ഗോവിന്ദനെതിരെ ഇപ്പോൾ CPI ജില്ലാ സമ്മേളനത്തിൽ വലിയ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട RSSന് അനുകൂലമായ ഒരു പരാമർശം നടത്തിയിരുന്നു. അതിനെതിരെയാണ് ഗോവിന്ദനെതിരെ CPI നേതാക്കൾ രംഗത്ത് വന്നത്. ഗോവിന്ദനെ ലക്ഷ്യമിടാനുള്ള കാരണം എന്താണ്? CPI ഇപ്പോൾ കലിതുള്ളി നിൽക്കുകയാണ്. അവരുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. കാരണം അവർക്ക് വലിയ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. CPIക്ക് CPMനേക്കാൾ മുമ്പേ തകരും CPI. കാരണം അവരെ ആശ്രയിച്ച് കഴിയുന്നവരല്ലേ. ഇത്തവണത്തെ സമ്മേളനത്തിൽ പല ബ്രാഞ്ച് കമ്മിറ്റികളിലെ അംഗങ്ങളില്ല. കമ്മിറ്റി രൂപീകരിക്കാനുള്ള അംഗങ്ങൾ പോലും പലയിടങ്ങളിലുമില്ല. കേരളത്തിലാണ് അവസ്ഥ. CPIയുടെ ഒരു ഗതികെട്ട ഒരു രീതിയാണ്. ഒന്ന്, ഇവരുടെ കൂടെ നിന്നാണ് ഈ പാർട്ടിക്ക് ഇത്രയും നാശം സംഭവിച്ചത്. ഇത് ശുഷ്കമായി പോയത് അവിടെ നിന്നുകൊണ്ടാണ്. പിന്നെ അതോടൊപ്പം ഈ ജനകീയ നേതാക്കൾ ഇല്ലാത്ത വലിയ പ്രതിസന്ധിയാണെന്ന് തോന്നുന്നു അല്ലേ? കാനത്തിന് ശേഷം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. ബിനോയ് വിശ്വമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് കാനമാണെന്നുണ്ടെങ്കിലും ഈ പിണറായിയുടെ മുമ്പിൽ എല്ലാം മറന്നു നിൽക്കുകയാണ്. പലതും ചോദിക്കാനൊക്കെ ആയിട്ട് പോകും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. ഇവിടെ അവരുടെ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അവിടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ രൂക്ഷ വിമർശനവും ഒക്കെ ഉന്നയിച്ച് നിൽക്കും, പ്രമേയവും ഒക്കെ പാസ്സാക്കി വയ്ക്കും. പക്ഷേ ഇത് ഇവരുടെ LDFൻ്റെ ആ കമ്മിറ്റിയിൽ ഉന്നയിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് പറയാനോ പോലും CPI തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ CPIയുടെ മന്ത്രിമാരൊക്കെ പരാജയമാണെന്ന് തന്നെ ഈ സമ്മേളനങ്ങളിലൊക്കെ ഉയരുന്നുമുണ്ട്. പിന്നെ സമുന്നതരായ നേതാക്കളില്ലാത്ത, അത് CPI നേരിടുന്ന വേറൊരു പ്രശ്നമാണ്. നമുക്കറിയാം, CPIക്ക് എപ്പോഴും നല്ല നേതാക്കന്മാർ, നല്ല ലാളിത്യമുള്ളവർ, അങ്ങനെ പാർട്ടിയിലെ ഒരു മാതൃക കാണിച്ചു കൊടുക്കുന്ന നിരവധി നേതാക്കന്മാരുണ്ടായിരുന്ന ഇടമാണ്. അവർക്കൊക്കെ ഒരു തകർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഈ CPMൻ്റെ കൂടെ നിന്ന് ഇപ്പോൾ MV ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ RSS ബന്ധം പറഞ്ഞിരിക്കുന്നത്. ഈ CPIക്ക് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്, ഭരണവിരുദ്ധ വികാരം ഉണ്ട്, അതിൻ്റെ പ്രതിഫലനം കിട്ടും. പിണറായി വിജയൻ്റെ 2 തവണത്തെ ഭരണത്തിലൂടെ ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടത് LDFന് മൊത്തത്തിൽ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. CPMന് മാത്രമല്ല, പിണറായി വിജയനും കുടുംബത്തിനും CPM എന്ന് പറയുന്ന പാർട്ടിക്കുമെതിരെ 2021 മുതൽ എന്തെല്ലാം കാര്യങ്ങളിൽ അവർക്ക് ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നു. ഇതൊക്കെ CPI പലതിനും ഉത്തരം പറയേണ്ട ഗതികേടിൽ എത്തി എന്നുള്ളതാണ്. CPM കൊണ്ട് LDFനെ മൊത്തത്തിൽ മുൾമുനയിൽ നിർത്തി എന്നുള്ളതാണ്. പിന്നെ പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, ഒന്നിനോടും ഒരു നല്ല സമീപനത്തിൽ അദ്ദേഹം കൈക്കൊള്ളാറില്ല. അതൊക്കെ LDFന് മൊത്തത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നമാണ്. പാർട്ടി മാത്രമല്ല, CPM എന്ന് പറയുന്ന പാർട്ടിയെ മുഴുവൻ ഭരിച്ചു. അതും പോരാഞ്ഞിട്ട് CPIയെ കൂടി നിയന്ത്രണത്തിൽ നിർത്തുന്ന രീതിയിലാണ് പോക്ക് തന്നെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ വരാൻ പോകുന്ന ഇപ്പം ജോസ് കെ മാണി വിഭാഗത്തിന് 2021 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവരെതിർത്തിരുന്നതാണ്. കാനമൊക്കെ എതിർത്തതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഘടകകക്ഷി എന്നുള്ളതിലെ പ്രധാന ഘടകകക്ഷി CPI ആണ്. ആ സ്ഥാനം പോകുമോ എന്നുള്ളതിൽ സംശയമുണ്ടായിരുന്നു. പക്ഷെ അതിനേതായാലും കുഴപ്പം സംഭവിച്ചില്ല. പക്ഷെ നോക്കിയ ഭരണത്തിനെതിരായിട്ട് കേരളത്തിൽ ഇപ്പോൾ കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോഴാണ് ജോസ് കെ മാണി വിഭാഗം അപ്പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ LDF തന്നെ ശുഷ്കമാകും എന്ന് CPI മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഘടകകക്ഷികളൊക്കെ തന്നെ ഇപ്പം തന്നെ മറ്റ് 2 പേര് NCP അത് ആകെ കൂടെ ഇല്ലാതാകുകയാണ്. ശശീന്ദ്രനും തോമസ് കെ തോമസുമാണ്. ശശീന്ദ്രൻ എനിക്ക് തോന്നുന്നില്ല ഇനി മത്സരിക്കും എന്ന് തോന്നുന്നില്ല. പിന്നെ കുട്ടനാട്, ഇത് മിക്കവാറും CPM ഏറ്റെടുക്കും. പിന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജുവാണ്, അത് CPM ഏറ്റെടുക്കും, ഉറപ്പാണ്. ഇവിടെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലമാണത്. ആന്റണി രാജുവിനെ കുറിച്ച് പരാതിയുണ്ട്.
അല്ല, ഈ CPI-യുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നിരന്തരം പരാമർശങ്ങളുണ്ട്, പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധിയുണ്ട്, അവിടെ സംഘടന തന്നെ തകർച്ചയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു പ്രധാന തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമോ? അങ്ങനെ ഈ അടൂർ പ്രകാശ് തന്നെ തങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്, CPM ഇങ്ങോട്ട് വരുമോ എന്ന് ക്ഷണിക്കുകയാണ്. അതെ, നേരത്തെ UDF കൺവീനറായ സമയത്ത് അദ്ദേഹം ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു. പക്ഷെ അങ്ങനെ CPI പോകും എന്നെനിക്ക് തോന്നുന്നില്ല. CPIയും കോൺഗ്രസും ഒന്നിച്ച് നിന്നിട്ടുണ്ട്. C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു, കരുണാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു. അക്കാലം പോയി. CPI അങ്ങനെ അങ്ങോട്ട് പോകുമോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അവിടെയും ആ ഭാഗത്തും ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF-നകത്ത് പോയി ഇവരുടെ ഉള്ള വില പോകേണ്ടി വരുമെന്നുള്ളതാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ, കാരണം അവിടെ പ്രധാന ഘടകകക്ഷി എന്ന് പറയുന്നത് ലീഗാണ്. ലീഗ് വലിയ ആധിപത്യം കാണിച്ചു നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പാർട്ടി ഒന്നുകൂടി ഇടിയും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടെണ്ണവും കൂടെ ഒന്നിച്ചു നിൽക്കുന്നു എന്നെങ്കിലും പറയാൻ പറ്റും. അപ്പുറത്തും ഇടത് സ്വഭാവമുള്ളവരുണ്ട്. CMB ഉണ്ട്, CPI-യുടെ CMB, പിന്നെ RSP ഉണ്ട്. RSPക്ക് ഒരു ഇടത് സ്വഭാവമല്ലേ ഉള്ളത്. അപ്പോൾ ഈ ഇടത് സ്വഭാവം ഉള്ളവരെല്ലാവരും കൂടി ആ ഭാഗത്ത് നിൽക്കുന്ന അവരുടെ കൂട്ടത്തിൽ ചേരാമെന്നും പറഞ്ഞു പോയാലും CPIക്ക് അത് ഒരു ഇടിവായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ CPIയുടെ എന്ത് പ്രതാപകാലത്തിൽ കഴിഞ്ഞിരുന്ന ഒരു പാർട്ടിയാണത്. ഈ CPM-ൻ്റെ കൂടെ ചേർന്ന് തന്നെയാണ് പലതരത്തിൽ ഇവർ ഗുണം പിടിക്കാതെ പോയത്. അതിൻ്റെയൊക്കെ പിന്നെ അരിശം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അടങ്ങിയിട്ടില്ല. കാരണം പാർലമെൻറ്റിലെല്ലാം 4 തോറ്റു. ഇനിയിപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രയിടത്ത് CPI ജയിക്കുമെന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPIക്ക് എത്രത്തോളം എവിടെയൊക്കെ സ്ഥാനം കിട്ടുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചതാണ്? ഭരണവിരുദ്ധ വികാരം കൊണ്ട് സംഭവിച്ചതാണ്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകഛത്രാധിപതി കാരണം സംഭവിച്ചതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ CPIയുടെ മന്ത്രിമാർ കൊണ്ടൊന്നും അല്ല. മുൻകാലങ്ങളിൽ നമുക്കറിയാം ഈ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിപക്ഷമായി നിൽക്കാൻ CPIക്ക് കഴിയുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും മൗനത്തിലാണ്. പാർട്ടിക്കുള്ളിൽ നിൽക്കുവാൻ കഴിയുമായിരുന്നു, മുന്നണിയിൽ നിൽക്കാൻ കഴിയുമായിരുന്നു. ഭാർഗവനുള്ള ഒരു കാലത്ത് അവരെ പോലുള്ളവരൊക്കെ പാർട്ടി സെക്രട്ടറി ആയിട്ടൊക്കെ ഇരിക്കുന്ന കാലത്ത് അതൊക്കെ തൻ്റെ ഉള്ളവർ, ആർജവമുള്ളവർ. സ്ഥാനത്തിൻ്റെയൊക്കെ കാലം വന്നപ്പോഴത്തേക്കും പാർട്ടിയെ കൊണ്ടുപോയി അങ്ങ് പണയം വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. CPI ഒന്നും വാ തുറക്കാത്ത സ്റ്റേജിലെത്തിയില്ല. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഭക്ഷ്യവകുപ്പ് എന്ന് പറയുന്നത് അത് CPIയുടെ കയ്യിലാണ്. ഇന്ന് നമ്മൾ കാണുന്ന കേരളം അങ്ങോളം ഇങ്ങോളം കാണുന്ന മാവേലി സ്റ്റോറുകൾ ആര് സ്ഥാപിച്ചതാണ്? പിന്നെ CPIയുടെ ഈ ചന്ദ്രശേഖരൻ നായർ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണ്. എന്ത് ജനപിന്തുണ കിട്ടിയതാണെന്നറിയാമോ? സാധാരണക്കാർക്കും താഴോട്ടുള്ളവർക്കും ഒക്കെ തന്നെ ആശ്രയിക്കുന്ന ഒരിടമാണ്. പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ 13 ഇനം സാധനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട് ഇതിനെ ആശ്രയിക്കാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ തന്നെ ഈ സപ്ലൈകോയ്ക്കെതിരെ അവർ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. പാറ്റയ്ക്ക് പോലും ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ലെന്ന്. സപ്ലൈകോയ്ക്കകത്ത് നിന്ന് പൂച്ച പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല എന്നർത്ഥമല്ലേ? വല്ലപ്പോഴും സാധനങ്ങൾ കൊടുക്കും, അതിനകത്ത് ക്വാളിറ്റി കാണത്തില്ല. അപ്പോൾ ഭക്ഷ്യവകുപ്പിനെ മുഴുവൻ ഇവർ തകർത്തു. CPI തകർത്തെന്ന് ഞാൻ പറയത്തില്ല, CPI മുന്നണിക്കകത്ത് നിന്നുകൊണ്ട്. പിന്നെ ഉള്ളത് പിന്നെ കൃഷി വകുപ്പ്, അത് മന്ത്രി പ്രസാദാണ്. മൃഗസംരക്ഷണം ചിഞ്ചുറാണിയാണ്. ചിഞ്ചുറാണിയെക്കുറിച്ച് നമുക്കറിയാം, കൊല്ലം ദേവലക്കരയിൽ ആ കുട്ടി മരിച്ചു കിടക്കുന്ന സമയത്ത് ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് കഴിഞ്ഞത്. പിന്നെ റവന്യൂ കെ രാജൻ. ഈ 4 മന്ത്രിമാരാണുള്ളത്. ഈ മന്ത്രി എന്നല്ല, മറ്റു മന്ത്രിമാരുകൾ ആരും തന്നെ പിണറായിക്ക് അടുക്കലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പിണറായിയും മറ്റുള്ളവരെ മുഴുവൻ മറച്ചു നിർത്തിയിരിക്കുകയാണ്. പിണറായിയും മരുമകനുമായിട്ടുള്ള ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സാരം. പക്ഷേ എന്തായാലും CPIക്ക് ഇതിൻ്റെ വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.